ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീഡ്സ്. മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് വീഡിയോ ആയിട്ടാണ്. മൊണാർഡ് ടെസ്റ്റ്നെറ്റ്. അപ്പോൾ നിങ്ങൾ പലരും ഇപ്പോൾ മൊണാർഡ് ടെസ്റ്റ്നെറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. യെസ് ഗൈസ്, നമ്മുടെ ബെറയും സ്റ്റോറിയും പോലത്തെ ഒരു ബിഗ് പ്രോജക്റ്റാണ് മൊണാർഡ് ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആരും തന്നെ ഇത് മിസ്സാക്കരുത്. കറക്റ്റായിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് ഇതൊരു ബിഗ് പ്രോജക്റ്റാണ്. നമ്മുടെ ബെറ സ്റ്റോറി ഒക്കെ ചെയ്തവർക്കറിയാം, നല്ല നല്ല റിവാർഡ്സാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ ചെയ്തവർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റോറിയുടെയൊക്കെ ടു ഇസഡ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനായിട്ടൊരു പ്രത്യേക ലിസ്റ്റ് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 20ഓളം ബാഡ്ജുകളുടെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാം ചാനലിൽ. അപ്പോൾ അതുപോലെ എല്ലാ അപ്ഡേറ്റ്സും അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണം ഈ മൊണാർഡിൻ്റെ എന്ന് ഞാൻ കരുതുന്നു. സോ മാക്സിമം ഞാൻ അതിനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് മൊണാർഡ് ടെസ്റ്റ്നെറ്റിനെ കുറിച്ചാണ്. മൊണാർഡ് ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്നത് ഓവറോൾ എതേറിയം എക്കോസിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു EVM കോമ്പാക്റ്റബിൾ ലെയർ 1 ബ്ലോക്ക് ചെയിൻ ആണ്. അപ്പോൾ ഇവർ ഓൾറെഡി 244 മില്യൺ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ OKX വെഞ്ചേഴ്സ്, കോയിൻ ബേസ് വെഞ്ചേഴ്സ്, ഡ്രാഗൺ ഫ്ലൈ പോലത്തെ നല്ല നല്ല ഇൻവെസ്റ്റേഴ്സാണ് ഇവർക്കുള്ളത്. സോ നിങ്ങൾ മിസ് ചെയ്യരുതെന്ന് ഞാൻ പിന്നെയും ആവർത്തിച്ച് പറയുന്നു. ഓക്കെ, അപ്പം ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവർക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഒട്ടും താമസിപ്പിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി എയർ ഡ്രോപ്പ് സൈറ്റിലേക്ക് കയറുക. അപ്പോഴത്തേക്കും നിങ്ങൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. അപ്പോൾ ഇവിടെ ആഡ് ടെസ്റ്റ്നെറ്റ് ടു മെറ്റാമാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെറ്റാമാസ്കിൽ ഒരു കൺഫർമേഷൻ വരും. കൺഫർമേഷൻ കൊടുക്കുക. ദെൻ താഴെ വരുന്ന കണ്ടിന്യൂ കൊടുക്കുക. ദെൻ ഇവിടെ മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് കണക്ട് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കണക്ട് വാലറ്റ് കൊടുത്ത് മെറ്റാമാസ്കിൽ കൺഫർമേഷൻ കൊടുത്തുകൊണ്ട് വാലറ്റ് കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ അതായത് മൊണാർഡിൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടെ അതിനായിട്ട് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് ആ ഒരു ബോക്സിൽ കൊടുക്കേണ്ടതാണ്. ഗെറ്റ് ടെസ്റ്റ്നെറ്റ് മോൺ എന്നുള്ള ഓപ്ഷനൂടെ കൊടുക്കുക. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ക്ലെയിം ആവുന്നതായിരിക്കും. ഇത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. മെറ്റാമാസ്ക് എടുത്ത് കണ്ടോ, 0.05 ഇവിടെ ക്ലെയിം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഫോർജറ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇതെല്ലാം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് നോക്കിയിരുന്ന ഏതാണ്ട് ഞാനിവിടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെല്ലാം തന്നെ മോൺ ക്ലെയിമിങ്ങിൻ്റെ ലിങ്കുകളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് NFTs ഒക്കെ ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മോൺ ആവശ്യമാണ്. സോ നിങ്ങൾ മാക്സിമം എല്ലാ ഫോസറ്റിയും തന്നെ ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. then അവിടെ നിന്ന് താഴേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് ഏതാണ്ട് ഇതുപോലെ ഡാക്കും യാക്കിയൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഡാക്ക് ബൈ ചെയ്യാം. അവിടെ എമൗണ്ടിൻ്റെ അവിടെ 0.001 ഞാൻ കൊടുക്കുന്നുണ്ട്. ദെൻ ബൈ ഡാക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കുക. ഇവിടെ ഇത് സക്സസ് ആയിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ബൈ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ യാക്കിയും കൂടെ ചെയ്യുകയാണ്. അവിടെ നമ്മൾ 0.01 ആണ് കൊടുക്കുന്നത്. 0.01 കൊടുത്ത് ഞാൻ യാക്കിയും ബൈ ചെയ്തിട്ടുണ്ട്. ഇനി ചോഗ് അതും 0.01 കൊടുത്തിട്ട് ഞാൻ ബൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും ബൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇനി താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ കുറു എക്സ്ചേഞ്ച് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇവിടേക്ക് നിങ്ങൾക്ക് ലോഞ്ച് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ലോഞ്ച് ആപ്പ് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും വരിക, ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് വാലറ്റ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അതർ വാലറ്റ് കൊടുത്തിട്ട് മെറ്റാമാസ്ക് യൂസ് ചെയ്ത് നിങ്ങൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ആ ഒരു കൺഫർമേഷൻ നിങ്ങൾ കൊടുത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കുറു എക്സ്ചേഞ്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഡിപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ 0.001 എമൗണ്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഡിപ്പോസിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ടൊരു എഗ്ഗിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ എഗ്ഗിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു ക്യൂറേറ്ററാണ്. ക്യൂറേറ്റർ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് എഗ്ഗ് ഒന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് ഓപ്പൺ ചെയ്യുകയാണ് കൊടുക്കുക. ഞാൻ ഈ ഒരു എഗ്ഗാണ് കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുറു. അപ്പം അത് മാത്രം ജസ്റ്റ് അവിടെ ചെയ്തിരുന്നാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. അപ്പോൾ അടുത്തെന്ന് പറയുന്നത് കുറച്ച് NFTs നമുക്ക് മിന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ലിലോ ചോങ് സ്റ്റാർ ആണ്. അത് മിന്റ് ചെയ്യാനായിട്ട് 0.004 മോൺ ആവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം ചെയ്ത് വെക്കണം. അത്രയും മോൺ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു NFT മിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് മൊണാർഡ് വേഴ്സ് ആണ്. മൊണാർഡ് വേഴ്സിനകത്ത് 0.3 മോൺ നമുക്ക് ആവശ്യമുണ്ട്. തേർഡ് വൺ എന്ന് പറയുന്നത് മോർക്കിയാണ്. മോർക്കിയിൽ 0.0
0.04 നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ ഒരു NFTs എല്ലാം തന്നെ നിങ്ങൾ മിൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ മാത്രം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്, ലിലോ ചോക്ക് സ്റ്റാറിൻ്റെ മാത്രം. അപ്പോൾ അത് ഇവിടെ മിൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് മിൻറ്റ് ചെയ്തതിന് ശേഷം ബാക്കി രണ്ടും നിങ്ങൾ അതേപോലെ തന്നെ മിൻറ്റ് ചെയ്യുക. ഞാൻ മിൻറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു നാഡ് നെയിം സർവീസ്, അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നാഡ് നെയിം സർവീസ് എടുക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പേര് കൊടുക്കുക. ആ ഒരു ബോക്സിൽ ഞാനിവിടെ ഫണ്ട്സിൽ നിന്നാണ് കൊടുക്കുന്നത്. ദെൻ ഇവിടെ ഇവരുടെ ഒരു ഫോമിന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് കണക്ട് വാലറ്റ് കൊടുക്കുക. ആസ് യൂഷ്വൽ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾ കണക്ട് ചെയ്യുക. ദെൻ ഇവിടെ രജിസ്റ്റർ കൊടുക്കണം. ഓക്കെ, രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്റർ എടുക്കുമ്പോഴത്തേക്കും കൺഫർമേഷൻ വരും. അപ്പോൾ ഇവിടെ 2.73 മോൺ നമ്മളിവിടെ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത്രയും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതെല്ലാം തന്നെ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു ഫീച്ചർ കഴിഞ്ഞ ദിവസം വന്നതാണ്. മോൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ഫോസറ്റുകളല്ലാതെ തന്നെ ഒരു ഗെയിമുണ്ട്. ആ ഒരു ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് മോൺ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ഗെയിമിലേക്ക് നിങ്ങൾ ആദ്യം കയറുക. ദെൻ ഇവിടെ എൻ്റർ ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. എൻ്റർ ആപ്പ് കൊടുക്കുക. ദെൻ ഇവിടെ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് നിങ്ങളത് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മെറ്റാമാസ്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ വാലറ്റ് ഇവിടെ കണക്ട് ചെയ്യും. ദെൻ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം ഈ ഒരു ബോക്സിൽ. ദെൻ അതിൻ്റെ താഴത്തെ ബോക്സിലായിട്ട് കോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ഒരു കോഡ് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ നോക്കിയിട്ട് ആ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അതേപോലെ തന്നെ മെയിൽ കൊടുക്കാനും മറക്കരുത്. ദെൻ സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ ഇവിടെ ജസ്റ്റ് പിക്ക് ചെയ്യാൻ പറയും. ഞാനിവിടെ ബ്ലൂ ആണ് പിക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഫൈൻഡ് യുവർ കമ്മ്യൂണിറ്റി. അപ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റി കാണിക്കും. നിങ്ങൾക്കിത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഒരേ ഒരു കമ്മ്യൂണിറ്റി മാത്രം കാണിക്കുന്നത്. ഒന്നിലധികം കമ്മ്യൂണിറ്റീസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഗെയിമിലേക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഡെയിലി ലാസോ എന്ന് കിടക്കുന്നതായിട്ട് കാണാം. അതായത് നിങ്ങൾക്ക് ഡെയിലി ഇത് ക്ലെയിം ചെയ്യാം. ഇത്ര പ്രാവശ്യം മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 6 ലെഫ്റ്റ് ഉണ്ട്. അതായത് 6 പ്രാവശ്യം എനിക്ക് കളിക്കാൻ സാധിക്കും ഗെയിം. അപ്പോൾ ഞാൻ ഡെയിലി ലാസോ കൊടുക്കുകയാണ്. ഡെയിലി ലാസോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ അവർ കാണിക്കും. ജസ്റ്റ് അവിടെ ഒരു ആരോ ഉണ്ട്. ആരോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റാർട്ട് ലാസോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ അതിപ്പോൾ ഇവിടെ അതാണ്ട് ഒരു പയ്യൻ റോപ്പ് ഇട്ടിട്ട് താഴെ ഇരിക്കുന്ന ബാഗ്, മണി ബാഗ് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബാഗ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇത്ര പോയിൻറ്റ്സ് വീതം കിട്ടും. അപ്പോൾ ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് 500 പോയിൻറ്റ്സ് ആണ്. 500 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 0.05 മോൺ എനിക്ക് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ദെൻ പ്ലേ അഗെയിൻ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുന്നത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടൈം നിങ്ങൾ പിന്നെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എനിക്ക് 400 പോയിൻറ്റ്സ് ആണ് കിട്ടിയത്. വീണ്ടും ക്ലെയിം കൊടുക്കുക. അപ്പോൾ എനിക്ക് 0.04 മോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുക. ദെൻ പിന്നെയും ട്രൈ അഗെയിൻ കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് 6 പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ 6 പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ഡേ മാത്രമേ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി ഈ ഫോസിറ്റിയിൽ നിന്ന് ക്ലെയിം ചെയ്യുന്നതിലൊക്കെ ബെറ്റർ ഇങ്ങനൊരു ഗെയിം ഉണ്ടെങ്കിൽ, ഇതുപോലത്തെ ഒരു 5-6 ഗെയിം ഇറങ്ങിയിരുന്നെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം ഇത് എളുപ്പമാണല്ലോ, പെട്ടെന്ന് ഇതിൽ ക്ലെയിം ചെയ്യുക പോരുക. ഓക്കെ, ഫോസിറ്റ് എടുക്കുമ്പോൾ ചിലതൊന്നും അങ്ങോട്ട് ക്ലെയിം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ കുറേ നേരം അതിൽ കിടന്ന് നമ്മൾ മെനക്കെട്ടായിരിക്കും ചിലപ്പോൾ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഫോസിറ്റിൽ ക്ലെയിം ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഡിസ്കഷൻ ഗ്രൂപ്പ് വഴി നിങ്ങൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാനിവിടെ 6 പ്രാവശ്യമായിട്ട് ട്രൈ അഗെയിൻ കൊടുത്ത് അല്ലെ പ്ലേ അഗെയിൻ കൊടുത്ത് വീണ്ടും കളിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ട്രൈ ആണിത്. 400 പോയിൻറ്റ്സ് 0.04 മോൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതോടെ ഞാൻ ക്ലെയിം ചെയ്യുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എത്ര മോൺ എനിക്ക് കിട്ടി എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ ഫസ്റ്റ് ഫോസിറ്റ് ക്ലെയിം ചെയ്തപ്പോൾ 0.05 മോൺ കിട്ടിയത് കാണിച്ചു തന്നായിരുന്നു. ഇപ്പോൾ നമുക്ക് വാലറ്റ് എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാക്കണ്ടോ 0.2 മോൺ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് ക്ലെയിം ചെയ്തപ്പോൾ 0.05 മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ അത് 0.2 കിട്ടിയിട്ടുണ്ട്. അത് ഈ ഒരു ഗെയിം കളിച്ചതിലൂടെ പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ പരമാവധി എല്ലാ മൊണാഡിൻ്റെ എക്കോസിസ്റ്റം ആപ്പുകളിലും ഇൻട്രാക്ട് ചെയ്യുക. പിന്നെ ഞാൻ പറ്റുന്ന പോലെ എല്ലാ എക്കോസിസ്റ്റം ആപ്പുകളുടെയും വീഡിയോ ചെയ്ത് നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ സ്റ്റോറിയും പറയും പോലെ തന്നെ നിങ്ങൾ പരമാവധി ഇൻട്രാക്ട് ചെയ്യുക, പരമാവധി ട്രാൻസാക്ഷൻസ് കൂട്ടുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയിൽ ബൈ ഗൈസ്.